25% പൊതുജനങ്ങളിൽ ഡയബറ്റിസ് ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത്. ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രമേഹ രോഗി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളുടെ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് അതിനുള്ള വഴികൾ തനിയെ തുറന്നു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഷുഗർ ജസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ ആൾക്കാർ ഒന്നുകൂടി അതിൽ ശ്രദ്ധിക്കും. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയും IMA പെരിന്തൽമണ്ണയും നഗരസഭയുമായി സഹകരിച്ച് മൗലാന ആശുപത്രി എൻഡോക്രൈനോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പ്രമേഹ രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് IMA ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷംജീത് ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും ഭയാനകമായ തോതിൽ പ്രമേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും രോഗം അതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. രോഗത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും അതിന്റെ ശരിയായ ചികിത്സ, പ്രതിരോധം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനും വേണ്ടിയാണ് എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രമേഹ ബോധവൽക്കരണ ക്യാമ്പയിൻ ലോക പ്രമേഹ ദിനം തന്നെയാണ്. തടസ്സങ്ങൾ തകർക്കുക, വിടവുകൾ നികത്തുക എന്നതാണ് ഈ വർഷത്തെ പ്രമേഹ ദിന സന്ദേശം. പ്രമേഹ ദിനാചരണത്തോടനുബന്ധിച്ചാണ് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയും IMA പെരിന്തൽമണ്ണയും സംയുക്തമായി പെരിന്തൽമണ്ണ നഗരസഭയുടെ സഹകരണത്തോടെ മൗലാന ആശുപത്രിയിലെ എൻഡോക്രൈനോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ കൗൺസിലർമാർ, ഓഫീസ് ജീവനക്കാർ, ഹരിത കർമ്മസേനാംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കേഴ്സ്, പൊതുജനങ്ങൾ എന്നിവർക്കായി പ്രമേഹ രോഗ നിർണയ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത്. നഗരസഭ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് പെരിന്തൽമണ്ണ IMA ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഷംജീത് ഉദ്ഘാടനം ചെയ്തു. മൗലാന ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KA സീതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാവിലെ 8 മണിക്ക് ആരംഭിച്ച രക്തപരിശോധനാ ക്യാമ്പിൽ രോഗനിർണയം നടത്തുന്നതിനും പ്രമേഹ രോഗത്തിന്റെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനുമായി 300ഓളം ആളുകളാണ് പങ്കെടുത്തത്. ഡയറ്റീഷ്യന്റെ സേവനവും ക്യാമ്പിൽ ഒരുക്കിയിരുന്നു. രോഗത്തെക്കുറിച്ച് ജനങ്ങളുടെ അറിവില്ലായ്മയും തെറ്റിദ്ധാരണകളുമാണ് ഏറ്റവും വലിയ തടസ്സം. ഇൻസുലിൻ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ അമിതവിലയാണ് ജനങ്ങളെ രോഗത്തിന് ചികിത്സ ഉറപ്പാക്കുന്നതിൽ നിന്നും പുറകോട്ട് വലിക്കുന്നത്. വ്യായാമത്തിലൂടെയും ഭക്ഷണം നിയന്ത്രിക്കുന്നതിലൂടെയും ഒരു പരിധിവരെ പ്രമേഹ രോഗത്തെ തടയാനാകും. നമുക്ക് പ്രമേഹ രോഗവുമായിട്ട് അല്ലെങ്കിൽ പ്രമേഹ രോഗത്തിന്റെ ചികിത്സയുമായിട്ട് ഒരുപാട് ബാരിയേഴ്സും അതുപോലെ തന്നെ ഗ്യാപ്സും ഉണ്ട്. ജനങ്ങൾക്ക് ഇതിനെപ്പറ്റിയിട്ടുള്ള അറിവില്ലായ്മ, പലപ്പോഴും തെറ്റിദ്ധാരണകൾ, അതൊക്കെയാണ് ഏറ്റവും വലിയ ബാരിയേഴ്സ്. എന്നാൽ പ്രമേഹ രോഗത്തിന് ഉണ്ടാകുന്ന ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പണച്ചെലവ് തന്നെയാണ്. പലപ്പോഴും രോഗത്തിനുള്ള മരുന്നുകൾ, ഇൻസുലിൻ അല്ലെങ്കിൽ ഗുളികകൾ, ഇതിൻ്റെ കോസ്റ്റ് താങ്ങാനാവാത്തത് കൊണ്ട് ചികിത്സ പാതി വഴിയിൽ വെച്ച് മുടങ്ങിപ്പോകുന്നതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ജനങ്ങളും പൊതുസമൂഹവും ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രമേഹം എന്ന് പറയുന്ന ഒരു രോഗത്തിനെ തടയാൻ കഴിയുള്ളൂ. ഇൻഡിവിജ്വൽ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രമേഹ രോഗി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അയാളുടെ ഷുഗർ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട. നമുക്ക് അതിനുള്ള വഴികൾ തനിയെ തുറന്നു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യവും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഷുഗർ ജസ്റ്റ് ചെക്ക് ചെയ്താൽ തന്നെ ആൾക്കാർ ഒന്നുകൂടി അതിൽ ശ്രദ്ധിക്കും. 40 വയസ്സു കഴിഞ്ഞ ആളുകളിൽ കൂടുതലായും പ്രമേഹ രോഗം കണ്ടുവരുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഒരു 35-40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും പ്രമേഹം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് തന്നെ ചെയ്യണം. യൂറിനിലെ ടെസ്റ്റിലും നമ്മൾ ഒരുപാട് കൂടിയതിന് ശേഷം മാത്രമേ അത് വരുള്ളൂ ഷുഗർ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിൻ്റെ അളവുകളും കൃത്യമായിട്ട് അറിയാം. ഒരുപാട് തെറ്റിദ്ധാരണ ന്യൂസുകളുണ്ട്. ഷുഗറിൻ്റെ അളവ് കൂട്ടി, അങ്ങനെ ഒരു സംഭവമില്ല. ഷുഗറിൻ്റെ അളവ് ഇപ്പോഴും അത് തന്നെയാണ്. അതായത് 100-ൽ താഴെയാണ് നോർമൽ. ഫാസ്റ്റിങ്ങിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം 140-ൽ താഴെ, ഇതാണ് നോർമൽ. 40 വയസ്സു കഴിഞ്ഞവർ പ്രമേഹ രോഗനിർണയം നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. 25% ആളുകളും ഈ ജീവിതശൈലി രോഗത്തിന്റെ പിടിയിലാണെന്ന കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ കാര്യാലയത്തിന് സമീപം പ്രമേഹ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പ്രമേഹത്തെക്കുറിച്ചുള്ള അവബോധം പൊതുജനങ്ങളിൽ ഉണ്ടാക്കുക, ഡയബറ്റിസ് ഡിറ്റക്റ്റ് ചെയ്യാത്ത ആളുകൾക്ക് സ്ക്രീനിങ്ങിലൂടെ ഡയബറ്റിസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് നിർണ്ണയിക്കുക എന്നിവയാണ്. ഡയബറ്റിസ് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ജീവിതശൈലി രോഗമാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ.
നമുക്ക് 25% പൊതുജനങ്ങളിൽ ഡയബറ്റിസ് ഉണ്ട് എന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ലക്ഷണങ്ങൾ ഒന്നും ഇല്ലെങ്കിൽ തന്നെ ഷുഗർ ഉണ്ടോ എന്നുള്ളത് ഒരു 40 വയസ്സിന് ശേഷം നിങ്ങൾ പരിശോധിച്ച് നിർണ്ണയിക്കേണ്ടതാണ്. ക്യാമ്പിന്റെ ഭാഗമായി മൗലാന എൻഡോക്രൈനോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജിൻസൺ പോൾ പ്രമേഹ രോഗത്തിന്റെ സാധ്യതകളെക്കുറിച്ചും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ക്ലാസ് എടുത്തു. മൗലാന ഹോസ്പിറ്റൽ എൻഡോക്രൈൻ മേധാവി ഡോക്ടർ വിഷ്ണു വാസുദേവൻ, പെരിന്തൽമണ്ണ നഗരസഭ CDS ചെയർപേഴ്സൺ VK വിജയ, മൗലാന ഹോസ്പിറ്റൽ ചീഫ് ലാപ്രോസ്കോപ്പിക് ഡയബറ്റിക് ആൻഡ് മെറ്റബോളിക് സർജൻ ഡോക്ടർ മുഹമ്മദ് ഇസ്മായിൽ, മൗലാന ഹോസ്പിറ്റൽ ചീഫ് ഓപ്പറേഷൻ ഓഫീസർ രാംദാസ്, പെരിന്തൽമണ്ണ നഗരസഭ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ P ശിവൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ACV ന്യൂസ്, പെരിന്തൽമണ്ണ. ആഗ്രഹങ്ങൾ പോലെ സഫ ജ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല. ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ, സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.